ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അക്വസാറ്റീവ് പ്രപ്പോസിഷനെ കുറിച്ചാണ്. അക്വസാറ്റീവ് പ്രപ്പോസിഷൻ എപ്പോഴും അക്വസാറ്റീവിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ്, വെർബ്, പ്രപ്പോസിഷൻ, പിന്നെ അക്വസാറ്റീവ്, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇത് തേർഡ് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലും നമുക്ക് പ്രപ്പോസിഷൻ വെച്ച് എഴുതാൻ പറ്റും. അപ്പം തേർഡ് പൊസിഷനിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് പൊസിഷനിൽ വരുമ്പോഴത്തേനും പ്രപ്പോസിഷൻ, വെർബ്, സബ്ജക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അക്വസാറ്റീവ് നമ്മൾ എഴുതുമ്പോഴത്തേനും എപ്പോഴും അതിൻ്റെ കൂടെ തന്നെയായിരിക്കും പ്രപ്പോസിഷനും വരുന്നത്. ഓക്കെ, അപ്പം ആദ്യമത്തെ പ്രപ്പോസിഷനാണ് ബിസ്, അതായത് ടില്ല്, മുതൽ. മലയാളത്തിൽ മുതൽ എന്ന മീനിങ് വരും. അപ്പം ബൈഷ്പിൽ നോക്കാം. ഞാൻ 8 മണി മുതൽ 12 മണി വരെ മ്യൂസിക് ക്ലാസ്സിന് പോയി. Ich gehe von 8 Uhr bis 12 Uhr the music course. അതായത് ഗേഹെ എന്നുള്ള വെർബ് സെക്കൻഡ് പൊസിഷൻ്റെ സബ്ജക്റ്റ് അനുസരിച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് 8 തൊട്ട് 12 വരെ ഞാൻ മ്യൂസിക് ക്ലാസ്സിന് പോയി എന്നും വന്നു. ഓക്കെ, അപ്പം ബിസ് വന്നാൽ കണ്ടോ, ബിസ് തേർഡ് പൊസിഷനിൽ വന്നു. ഇത് ഫസ്റ്റ് പൊസിഷനിലും വെച്ച് പറയാൻ പറ്റും. അപ്പം അത് വരുന്നത് von 8 Uhr bis 12 Uhr gehe ich die music course. ഇനി തിങ്കളാഴ്ച 10 മണി മുതൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. Am Montag bis 10 Uhr ist der Markt offen. ഈസ്റ്റ് എന്നുള്ള വെർബാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പൊസിഷനിലാണ് ബിസ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ അമ്മോണ്ട ടൈം പറഞ്ഞിട്ട് അമ്മോണ്ട ഈ 10 Uhr ഈസ്റ്റ് ദർ മാർക്ട് ഓഫൻ. ഓക്കെ, ഓഫൻ എന്നുള്ളത് അത് ഇതാണ്, അഡ്ജക്റ്റീവാണ് ഓഫൻ എന്ന് എഴുതിയിരിക്കുന്നത്, വെർബല്ല. വെർബ് ഈസ്റ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ദുഷ്, ത്രൂ, ലൂടെ എന്നാണ് അർത്ഥം വരുന്നത്. വിയർ കേയൻ തോഷ് ദെൻ പാർക്ക്, പാർക്കിലൂടെ ഞങ്ങൾ പോയി. ഓക്കെ, അപ്പം ലൂടെ എന്നുള്ള വന്നുണ്ടോ തേർഡ് പൊസിഷനാണ് ദുർശ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ദെൻ പാർക്ക്, ദർ പാർക്ക് എന്നുള്ള ദെൻ പാർക്ക് ആയത് എന്താ, അക്വസാറ്റീവ് പ്രപ്പോസിഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് അക്വസാറ്റീവിലേക്ക് ദർ പാർക്ക് എന്നുള്ളത് ദെൻ പാർക്ക് എന്നായി. ഓക്കെ, അടുത്ത എക്സാമ്പിളാണ് സി കേറ്റ് ദോഷ് ദി ഷൂളെ. ഷൂളയിൽ എന്താണ്, അവൾ സ്കൂളിലൂടെ പോയി. അപ്പോൾ എന്താണ്, ദോർഷ തേർഡ് പൊസിഷനിൽ വന്നു. അതുപോലെ ദി ഷൂളയായി. ദി ഷൂളെ അത് തന്നെയാണ്. ഓക്കെ, കോൺജുഗേഷൻ ഗേറ്റ് എന്നുള്ളത് സി ഫോം ഗേറ്റ് എന്നായി, ഗേഹൻ എന്നുള്ളത് ഗേറ്റായി. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ പ്രപ്പോസിഷൻ ഒനെ, അതായത് വിത്തൗട്ട്, ഇല്ലാതെ. അപ്പം എക്സാമ്പിൾ, ഞാൻ മധുരമില്ലാത്ത ചായ കുടിക്കുന്നു. ഡ്രിങ്ക് എ കഫേ ഒനെ ദെൻ സുക്കർ. കണ്ടോ, ഒനെ തേർഡ് പൊസിഷനിൽ വന്നു, ദെൻ സുക്കർ എന്നായി. ദർ സുക്കർ അത് ദെൻ സുക്കർ എന്നായി. ഓക്കെ, നീന ഖേറ്റ് കൂസ് ഒനെ ദസ് ബുക്ക്. നീന അവളുടെ കുറിച്ചിന് ബുക്ക് ഇല്ലാതെ പോയി. ഒനെ ദസ്. അടുത്തത് നാലാമത്തെ ഫ്യോർ, ഫോർ. ദ ഫ്ലവർ ഈസ് ഫോർ യു, ദി പ്ലൂമേ ഈസ് ഫ്യോർ ഡിഷ്. ഫ്യോർ ഡിഷ് എന്നാണ് വന്നത്, അതായത് നിനക്ക് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് അവിടെ പേഴ്സണൽ പ്രൊണമൻ ഡിഷ് ആവും, ഫ്യോർ ഡിഷ്. ഓക്കെ, അടുത്തത് ഐ ഹാവ് ടു ഗിഫ്റ്റ് ഫോർ യു. ഗിഫ്റ്റിൻ്റെ ജർമ്മൻ ഇതാണ് ഗഷേങ്ക്. ഓക്കെ, ഇഷ് ഹാബ് എ സ്വൈ ഗഷേങ്ക് ഫ്യോർ ഡിഷ്. ഇവിടെ ഡിഷ് വന്നത് എന്തുകൊണ്ടാണ്, പേഴ്സണൽ പ്രൊണമൻ അക്വസാറ്റീവ് ഫ്യോർ ഡിഷ്. ഇനി അടുത്തത് അഞ്ചാമത്തെ അറ്റ് അറൗണ്ട്, ചുറ്റുപാടുള്ള ടൈം, പ്ലേസ്, അന്നേരമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഞാൻ 10 മണിക്ക് എത്തും. ഇഷ് കൊമ്മെ 10 Uhr. എന്നുള്ളത് തേർഡ് പൊസിഷനിലാണ് എഴുതിയിരിക്കുന്നത്. ഇഷ് കൊമ്മെ എന്നുള്ളത് സബ്ജക്റ്റിനനുസരിച്ച് വെർബിനെ കോൺജുഗേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്തത് എൻ്റെ അമ്മ 12 മണിക്ക് വരും. മൈനെ മുറ്റർ കൊംറ്റ് 12 Uhr. കൊംറ്റ് വന്ന എന്തുകൊണ്ടാണ്, മൈനെ മുറ്റർ അത് സി ആണ്, സി ഫോം ആണ്. അപ്പം അത് കൊംറ്റ് എന്നാണ് കോൺജുഗേഷൻ വരുന്നത്. അടുത്തത് ആറാമത്തതാണ് ഗേഗൻ. ഗേഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി, ഏകദേശം അല്ലെങ്കിൽ എന്താണ് എഗെയിൻസ്റ്റ്, എതിരെ.
ഞാൻ നിനക്കെതിരെ കളിച്ചു. Ich spiele gegen dich. അടുത്തത് sie kommt gegen mich. അവള് എനിക്കെതിരെ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഷ് വന്നത് എന്തുകൊണ്ടാണ്? അക്വസാറ്റീവിൻ്റെ പേഴ്സണൽ പ്രൊണോമനാണ് ഡിഷ് വരുന്നത്. ഓക്കെ, അത് നോക്കി വേണം. അക്വസാറ്റീവ് പേഴ്സണൽ പ്രൊണോമൻ്റെ കൂടെ അക്വസാറ്റീവേ വരുള്ളൂ. അപ്പം എന്താണ് അക്വസാറ്റീവ് പ്രപ്പോസിഷൻ്റെ കൂടെ അക്വസാറ്റീവേ വരുള്ളൂ. അപ്പോൾ അവിടെ ഗേഗൻ്റെ കൂടെ ഡിഷ് എന്ന് വന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ, 6 ഈ 6 പ്രപ്പോസിഷനുള്ള അക്വസാറ്റീവിലുള്ളൂ. ഈ 6 തേർഡ് പൊസിഷനിലും ഫസ്റ്റ് പൊസിഷനിലും നമുക്ക് പ്രപ്പോസിഷൻ വെക്കാം. പ്രപ്പോസിഷൻ വെക്കുമ്പോൾ നമ്മളത് എന്താണ് ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ അക്വസാറ്റീവിലേക്ക് തന്നെ വേണം എഴുതാനായിട്ട്. ആർട്ടിക്കിളും അങ്ങനെ കൺവേർട്ട് ചെയ്ത് വേണം എഴുതാൻ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഡൗട്ട് ഉള്ളത് കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ചൂസ്.